ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 3. നമ്മളിപ്പോൾ നോക്കുന്നത് ആഗ്നേയപർവം അധ്യായം 1 ഖണ്ഡം 3 ഇത് 3ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞതിലെല്ലാം അഗ്നിയെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. അഗ്നിയെ അപ്പോൾ അഗ്നിയാണ് ദേവത. അഗ്നിയെ ഊർജമായിട്ട് കാണും. കാരണം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിച്ചത്. അതിലൊന്ന് ഭൂമിയാണ്. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി പോലെയുള്ള ഖരം. അപ്പോൾ ഖര, ദ്രവ, വാതകം, ഊർജം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ ഊർജമായിട്ട് അഗ്നിയെ എടുക്കണം. ഇപ്പം 21 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മന്ത്രം 21 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിംസ നടത്താത്തവരുടെ ബന്ധുവാണ് അഗ്നി എന്ന് പറയുകയാണ്. അപ്പോൾ അഗ്നിക്ക് അങ്ങനെ ബന്ധു ശത്രു ഒന്നുമില്ല. എല്ലാവരുടെയും പക്ഷത്ത് അഗ്നി നിൽക്കും. ഇപ്പം ഏതെങ്കിലും ഒരാൾ വല്ലവൻ്റെയും വീട് കത്തിക്കുകയാണെങ്കിൽ അഗ്നി ആ ഹിംസ ചെയ്യുന്നവൻ്റെ ഭാഗത്താണ്. പക്ഷെ അവസാനം നീതി ആരുടെ ഭാഗത്തായിരിക്കും? ധർമ്മിഷ്ഠരുടെ ഭാഗത്തായിരിക്കും, ധർമ്മത്തിൻ്റെ ഭാഗത്തായിരിക്കും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ നിലയിൽ അവസാനം അഗ്നി ധർമ്മം ചെയ്യുന്നവരുടെ. അതുകൊണ്ട് ഹിംസിക്കാതവരുടെ ബന്ധുവായ അതീവ ശക്തിയുള്ള അഗ്നി, ഹിംസിക്കാതെ, ഹിംസയിലൊന്നും പങ്കെടുക്കാതെ നല്ല ആൾക്കാരുടെ ബന്ധുവായിട്ട് മാറണം അഗ്നി. അത് ശക്തിയോടുകൂടി പ്രവർത്തിക്കണം, ജ്വലിക്കണം. അങ്ങനെ ജ്വലിക്കുന്ന അഗ്നിയെ നമ്മൾ എന്ത് വേണം? പൂജിക്കണം. അതായത് അഗ്നിയെ നല്ല ആൾക്കാർ നല്ല ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് ഏറ്റവും തീക്ഷ്ണമായ നിലയിലെ അഗ്നിയെ മാറ്റിയെടുക്കാം. അഗ്നിയെ പല രൂപത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് അങ്ങനെ പല രൂപത്തിൽ അഗ്നിയുണ്ട്. അപ്പോൾ ആ അഗ്നിയെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. കാരണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരുന്നത് അഗ്നിയാണ്. ഇനി 22ാമത്തെ മന്ത്രത്തിൽ, അത് വളരെ തേജസ്സുള്ളവനാണ്. ഈ അഗ്നി എന്ന് പറയുന്നത് വളരെ തേജസ് എന്ന് പറയുമ്പോൾ പ്രകാശം എന്ന നിലയിലല്ല, അങ്ങനെ മാത്രം എടുത്താലും പോരാ, പല ദിവ്യമായ രൂപങ്ങളിലും അത് പ്രകടമാകുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലായിട്ട് പ്രകടമാകുന്നുണ്ട്. അങ്ങ് രാക്ഷസ ശക്തികളെയെല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. രാക്ഷസ ശക്തികൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ നമുക്കെതിരായി നിൽക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് ദ്രോഹം ചെയ്യുന്ന എന്തിനേയും രാക്ഷസരായിട്ട് കാണും. ഇപ്പം നമുക്കെന്താ ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഭയങ്കര തണുപ്പാണെങ്കിൽ ആ തണുപ്പ് രാക്ഷസനായിട്ട് കാണും. നമുക്ക് ഗുണം ചെയ്യുന്നവരെ ദൈവങ്ങളായിട്ടെല്ലാം കാണാം. നമുക്ക് ദോഷം ചെയ്യുന്നവരെ രാക്ഷസെന്നോ പിശാചെന്നോ യക്ഷിന്നോ എന്തോ പറയുക. അപ്പം നമുക്ക് ദോഷം ചെയ്യുന്നവര് രാക്ഷസരാണ്, അസുരന്മാരാണ്, ഇങ്ങനെയെല്ലാം വേദത്തെ പറയുന്നത്. അപ്പം രാക്ഷസരിൽ നിന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ നമുക്ക് ദോഷമായി തീരുന്നത് എന്തിനേയും. ഇപ്പം വളരെയധികം തണുപ്പുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? തീ കൂട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഇരിക്കും. അപ്പോൾ രാക്ഷസരെ നശിപ്പിക്കാൻ കഴിവുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ധനം നൽകി അനുഗ്രഹിക്കണം. ധനം, ഇഷ്ടംമാതിരി ധനം കിട്ടുന്നത് എങ്ങനെയാണ്? അഗ്നി ഉപയോഗിച്ചിട്ട് വ്യവസായങ്ങൾ നടത്തിയിട്ട് ഇപ്പം ഭക്ഷണമെല്ലാം പാകം ചെയ്ത് വിറ്റിട്ട് ജീവിക്കുന്നവരുണ്ട്. പൊതിച്ചോറെല്ലാം ഇത് കൊണ്ടിട്ട് അവർ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്? അതിനും അഗ്നി വേണം. അഗ്നി ഉപയോഗിച്ചിട്ട് പൊതിച്ചോറ്, അരിയെല്ലാം ചോറെല്ലാം ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറ്. അപ്പം ധനം നേടാൻ പിന്നെ വലിയ ഫാക്ടറികളെല്ലാം അഗ്നിയിൽ തന്നെയാണ്. ഊർജം ഉപയോഗിച്ചാണ്. അത് ഇലക്ട്രിസിറ്റി രൂപമാകാം, ഏത് രൂപത്തിലും ആകാം. ഇനി 23ാമത്തെ ഇതിൽ മന്ത്രം, അതിൻ്റെ വിശേഷ രൂപങ്ങൾ അല്ലെ അതിൻ്റെ മഹനീയമായ വിശേഷങ്ങൾ, അതിൻ്റെ മഹത്വരമായ പല വിശേഷ ഗുണങ്ങളുണ്ട് അഗ്നിക്ക്. ആ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? സുഖം നൽകും. എന്താണ് വിശേഷ ഗുണങ്ങൾ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള TV, മൊബൈൽ, ഇങ്ങനെയെല്ലാം ഉള്ള ഉപകരണങ്ങൾ. വേറൊരു രൂപത്തിലാണെങ്കിൽ അഗ്നി ഊർജമായിട്ട് വരുമ്പോൾ നമ്മൾ ചികിത്സക്ക് ശരീരത്തിൽ അൾട്രാ വയലറ്റ് റേസ് എല്ലാം കടത്തി വിട്ടിട്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തെല്ലാം തരത്തിൽ എക്സ്റേ എടുക്കുന്നത് എല്ലാം ഊർജത്തിൻ്റെ രൂപങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ പലതരത്തിൽ വിശേഷ സവിശേഷതകളുള്ള അഗ്നി ഞങ്ങൾക്ക് സുഖം നൽകുന്നുണ്ട്. നമ്മളെ രോഗങ്ങളെ മാറ്റാൻ ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷിക്കാൻ പ്രകാശരൂപത്തിലുള്ള അഗ്നിയാണ് തിയേറ്ററിൽ പോയാൽ കാണുന്നത്. അതുകൊണ്ട് ഈ അഗ്നി ഏതാണ്? മഹത്വമേറിയതാണ്. പല മഹത്വങ്ങളും അഗ്നിക്കുണ്ട്. അഗ്നിക്കില്ലാത്ത മഹത്വങ്ങൾ ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അഗ്നിയുടെ സഹായത്താലാണ്. വ്യത്യസ്ത തരത്തിലുള്ള അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച് സഞ്ചരിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അഗ്നി. സഞ്ചരിക്കുന്ന അഗ്നിയുണ്ട്. സഞ്ചരിക്കുന്ന അഗ്നി ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അങ്ങ് നമ്മുടെ ദേവതകളുടെ നമ്മുടെ യജ്ഞം നടത്തുന്നവരുടെ അടുത്തേക്ക് വരും. കാരണം നമ്മൾ മറ്റുള്ള ദേവതകളെ ദർശിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ അടുത്തേക്ക് എത്തും. എങ്ങനെയാണ് അത് എത്തുന്നത്? മറ്റുള്ള ദേവതകളെ ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരും സഞ്ചരിക്കുന്ന അഗ്നി. ഉദാഹരണമായിട്ട് ദൂരെ ഒരു വിമാനം ഉണ്ടെന്ന് വെച്ചോളൂ. നമ്മൾ പോകുന്ന വിമാനം എയർപോർട്ടിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പോകുന്നത് സിഗ്നലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ദേവത, വിമാനം ഒരു ദേവത തന്നെയാണ് അല്ലേ? അതിൻ്റെ അകത്തുള്ള നമ്മൾ ഇന്നടുത്ത് എത്തിയെന്ന് വിമാനത്തിലെ സിഗ്നലിലൂടെ നമുക്ക് ഇപ്പം തന്നെ മൊബൈലിൽ നമ്മളിപ്പോൾ ഒരു ഊബറെല്ലാം പിടിക്കുമ്പോൾ നമുക്കറിയാം ഓട്ടോ എവിടെ എത്തി ഇങ്ങനെ വരുന്നതെന്ന്. അവിടെ നിന്നുള്ള സിഗ്നലുകൾ നമ്മളൊക്കെ എത്തിക്കുകയാണ്. ആ ദേവത എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതയാണ്. ആ ദേവത എവിടെയാണ്? ഓട്ടോറിക്ഷ എന്ന സംഗതി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെ നമ്മളെ കാറിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നെല്ലാം അത് നമുക്കിവിടെ എത്തിച്ചു തരും. അപ്പോൾ ഏത് വാനിപ്പോൾ റോക്കറ്റെല്ലാം വിടുമ്പോൾ അത് എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് എത്തിച്ചു തരും. എല്ലാം നമ്മൾ വയറ്റിൻ്റെ അകത്ത് ഒരു കല്ല് കിടക്കുന്നുണ്ടെങ്കിൽ ആ കല്ല് എവിടെയാണ് ഉള്ളത്, വയറ്റിൽ എവിടെയാണ് കല്ലുള്ളത് എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ എക്സ്റേയോ സ്കാനിങ്ങോ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ ആ അഗ്നി തരംഗ രൂപത്തിൽ അവിടെ പോയിട്ട് സഞ്ചരിച്ചിട്ട് അവിടെ എത്തിയിട്ട് അതിന് നോക്കിയിട്ട് തൊട്ട് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഇവിടെയുണ്ട്. അപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദേവനാണിത്. അത് ദേവതകളെ ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തും. ദേവത എന്ന് പറഞ്ഞാൽ എന്തും, പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. അവയെ നമുക്ക് ദർശിക്കാം. വയറ്റിലുള്ള കല്ല് ദേവതയാണ്, അതിനെ നമുക്ക് ദർശിക്കാം. എങ്ങനെയാ? ഈ സ്കാനിങ്ങിലൂടെയെല്ലാം അല്ലെങ്കിൽ ഉപകരണത്തിലൂടെ യജ്ഞം നടത്തുന്ന ആളുടെ അടുത്തേക്ക് ആ അഗ്നി വന്ന് പറയും ഇന്നത്. ഇനി 24 അതിൻ്റെ ഈ വിശേഷപ്പെട്ട ഗുണങ്ങളാൽ നമ്മുടെ പാപങ്ങളെല്ലാം അകലും. 24 പറയുകയാണ്. പാപം എങ്ങനെ അകലുന്ന? നമ്മൾ പാപികളാകുന്ന എപ്പോഴാണ്? നമ്മളെന്തെങ്കിലും കഷ്ടപ്പെട്ട് നരയിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ പാപിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പാപി അല്ലാതാകുന്നത് എങ്ങനെയാണ്? ആ കഷ്ടപ്പാട് തീരുമ്പോഴാണ്. എങ്ങനെയാണ് കഷ്ടപ്പാട് തീരുക? അധ്വാനിക്കണം. ഇപ്പം വിശക്കുമ്പോൾ അയ്യോ പാപിയാണ്, എനിക്ക് വിശന്ന് അപ്പം നമ്മൾ പാപിയാണ്, വിശന്നിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പം രക്ഷിക്കാനുള്ള വഴി എന്താണ്? അടുക്കളയിൽ പോയിട്ട് വല്ല അരിയായിട്ട് കൊണ്ടോ നോക്കി പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അഗ്നിക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാക്കി തരും. അല്ലാതെ അരിവാരി തിന്നാൻ പറ്റില്ലല്ലോ വിശപ്പുള്ളൂ. അപ്പം അത് തിന്നു കഴിഞ്ഞാൽ നമ്മൾ വിശപ്പ് മാറും, നമ്മൾ പാപം ഇല്ലാതെ. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പാപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇപ്പം രോഗം വന്ന് എന്തോ അസുഖം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവരും എന്താ ചെയ്യുന്നത്? ഈ ഉപകരണങ്ങളെല്ലാം കൊണ്ട്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കൊണ്ട്, എക്സ്റേ കൊണ്ട്, സ്കാനർ കൊണ്ട്, ഇതിനെല്ലാം കൊണ്ട് പരിശോധിച്ചിട്ട് നമുക്ക് മരുന്ന് തരുമ്പോഴും ഈ മരുന്നും ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് അവിടെ എത്തിയിട്ട് ആ രോഗത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. രാസപ്രവർത്തനം എന്ന് പറയുന്നത് അത് അഗ്നിയുടെ, ഒരു പ്രത്യേക അഗ്നിയുടെ സഹായത്താലാണ് നടക്കുന്നത്. അത് കെമിസ്ട്രി പഠിച്ച അവർക്കറിയാം. അങ്ങ് ആരെങ്കിലും ഹിംസിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ജ്വാലയാൽ നശിപ്പിക്കണേ എന്ന് പറയുകയാണ്.
നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ ജ്വാലകളോ കൊണ്ട് നശിക്കില്ല. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പം പട്ടിയും കടിക്കാൻ വരുമ്പോൾ കൈമേലൊരു ചൂട്ടുണ്ടാകും. പണ്ടത്തെ കാലത്ത് ചൂട്ടുണ്ടാകുക അങ്ങ് കാണിച്ചു കൊടുക്കും. ഇപ്പം പട്ടിയെ കൊടുക്കും. പണ്ട് കാലത്ത് ചൂട്ടും കത്തിച്ചിട്ടാണ്. അപ്പോൾ അത്തി അല്ലെങ്കിൽ വല്ലതിനെയും ഇപ്പം പല ചെടികളിലെല്ലാം എന്തെങ്കിലും കൃമികൾ എന്തെല്ലാം പറഞ്ഞിട്ട് ആളെ കൊണ്ട് തീ ഇട്ട് കൊടുക്കും. അപ്പോൾ അതങ്ങ് നശിക്കും. ശത്രുവിനെ ഓടിക്കാനാണെങ്കിൽ ബോംബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതെല്ലാം ശക്തിയുടെ ജ്വാലകളിലാണ് ശത്രു നശിക്കുന്നത്. ഇനി 25 പ്രകാശം പരത്തുന്ന അഗ്നിയെ. എന്നാൽ അഗ്നി വേറൊരു സ്വഭാവം ചെയ്യുന്നുണ്ട്, പ്രകാശവും തരുന്നുണ്ട്. പ്രകാശം ജ്വലിപ്പിക്കുന്ന അഗ്നിയെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകൾ എന്ന് പറയുമ്പം ബലമായിട്ടെടുക്കണം. ഇവിടെ സഞ്ചരിക്കുന്ന കുതിരകൾ എന്ന് പറയുമ്പോൾ പ്രകാശം ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബലമുള്ള ഇലക്ട്രോണുകൾ, ഊർജമുള്ള ഇലക്ട്രോണുകൾ, എനർജിയുള്ള ഇലക്ട്രോണുകൾ കമ്പികളിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്, ആ ഫിലമെന്റിലൂടെ വളരെ വേഗം സഞ്ചരിക്കുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പം ശക്തമായ കുതിരകൾ രഥം വലിക്കുന്നത് പോലെ വളരെ ശക്തിയിൽ കമ്പിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? പ്രകാശം ഉണ്ടാകുന്നു. ഈ അല്ലാതെ തന്നെ കത്തുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാറ്റത്തിലെ ഇലക്ട്രോണ് വളരെ ശക്തത്തിൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടും. ആ ചാടുമ്പോഴുള്ള ഊർജമാണ് പ്രകാശമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇവിടെ ഊർജം, ആ ശക്തിയിൽ എനർജിയുള്ള ഊർജത്തെയാണ് നമ്മൾ കുതിരയായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം ശക്തിയിൽ കുതിര ചാടുമ്പോൾ, വലിയ രഥം വലിക്കുമ്പോൾ, രഥം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുകയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ എന്ന അർത്ഥത്തിലെടുക്കാം. അപ്പം വസ്തുക്കൾ കത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒന്നിലെ ആറ്റത്തിലെ എനർജിയുള്ള ഇലക്ട്രോണ്, ആ ശക്തിയുള്ള എനർജിയുള്ള ഇലക്ട്രോണ് അവിടെ നിന്ന് ആ ശക്തി ഉപയോഗിച്ച് ആ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് ചാടും. എന്നിട്ട് വേറൊന്നുമില്ല ചാടിക്കയറുമ്പോൾ ഈ അധികമുള്ള ഊർജം പുറത്തേക്ക് വരുന്നതാണ് തീയായിട്ട് നമ്മൾ കാണുന്നത്. ഇനി 26 ഇത് അർപ്പണയോഗ്യമുള്ളവനാണ് ഈ അഗ്നി. അർപ്പണം ചെയ്യാൻ, അത് നമുക്ക് വേണ്ടി എന്തും, ഏതൊരു കർമ്മത്തിനും എന്തും ത്യാഗം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അഗ്നി. അഗ്നിയാണ് അവിടെ എല്ലാം അർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി. അപ്പോഴെന്ത് വേന്നു? പല യാഗം ചെയ്യുന്ന കർത്താക്കൾ ഹോമിക്കുന്നു, ആ അഗ്നിക്കായിട്ട് ഹോമിക്കുന്നു. എന്ത് ഓർമ്മിക്കുന്നു? ആ അഗ്നി ഉണ്ടാകണമെങ്കിൽ അതിനു വേണ്ട ഹോമം അർപ്പിക്കണം. എന്താണ് ഹോമം അർപ്പിക്കേണ്ടത്? തീ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒന്നിക്കൽ വല്ല കത്തുന്ന സാധനവും അവിടെ എണ്ണയോ പെട്രോളോ എന്തെങ്കിലും കൊടുക്കണം, ഹോമിക്കണം. അതിനെ ഹോമിച്ചു കഴിഞ്ഞാൽ, ഹോമിക്കുവാൻ പറഞ്ഞാൽ ആ വസ്തു നശിച്ചു പോകും. ഇപ്പം പെട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടുന്നത് എങ്ങനെയാണ്? പെട്രോൾ കൊടുക്കുമ്പോഴാണ്. പക്ഷേ പെട്രോൾ എന്തായിപ്പോന്ന്? ഹോമിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുകയാണ്. അവിടെ കൊടുക്കുമ്പോൾ, ആ അഗ്നിക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഊർജം എന്ത് ചെയ്യും? ആ ഊർജം എന്ത് കർമ്മത്തിന് വേണ്ടിയാണോ അതിനായിട്ട് അത് വിനിയോഗിക്കപ്പെടും. അങ്ങനെയാണ് അതിനെ വണ്ടീനെയെല്ലാം വലിച്ച് കാറിനെയെല്ലാം തള്ളിക്കൊണ്ടു പോകാനുള്ള നിലയിൽ അത് മാറുന്നത്. ജ്വലിച്ചുയർന്നു നിൽക്കുന്ന അഗ്നിയെ, അത് ജ്വലിച്ചുയരും. അതിനെ നമ്മൾ യഥാവിധി ഉൾക്കൊള്ളും. അപ്പോൾ അഗ്നിക്ക് ഹവിസ്സർപ്പിച്ചിട്ട് അതപ്പം എന്ത് കർമ്മങ്ങളും ചെയ്യാൻ തയ്യാറായി നിൽക്കും. പക്ഷേ അതിനെ നമ്മൾ എന്ത് വേണം? യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിക്കണം. അപ്പോൾ ഒരു അഗ്നി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എവിടെയാണോ ആ ഊർജത്തെ പ്രയോഗിക്കേണ്ടത് അവിടെ കൊണ്ട് സ്ഥാപിക്കണം. അപ്പോഴത് ഫങ്ഷൻ ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു റോക്കറ്റിലാണെങ്കിൽ അഗ്നിക്ക് ഹവിസ്സർപ്പിച്ചിട്ട്
ഹോമിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ധനം കൊടുത്തിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന അഗ്നി കർമ്മം ചെയ്യാൻ യോഗ്യനാണ്, റോക്കറ്റിനെ പൊന്തിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ ആ ഊർജം, അവിടെ നിന്നുള്ള ഊർജം അതിൻ്റെ മൂട്ടിലേക്ക് കൊടുത്തു വിടുമ്പോഴാണ് ശക്തിയിൽ വായു കീഴോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ സയൻസിൻ്റെ തത്വം അനുസരിച്ചാണ് റോക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം യഥാവധി ഉൾക്കൊള്ളുന്ന തരത്തിൽ സ്ഥാപിക്കണം. അപ്പം നമ്മൾ ഹവിസ് അർപ്പിച്ചാൽ അഗ്നിക്ക് കത്താൻ വേണ്ട സാധനം കൊടുത്താൽ മാത്രം പോരാ. പെട്രോൾ കാറിന് കൊടുക്കുമ്പോൾ വെറുതെ കാറിൻ്റെ പുറത്ത് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുത്തുകൊണ്ട് കാര്യമില്ല. ആ പെട്രോൾ കൊടുക്കേണ്ട സ്ഥലത്ത് യഥാവധി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അർപ്പിക്കണം, സ്ഥാപിക്കണം. എവിടെയാണോ അഗ്നി വേണ്ടത് ആ സ്ഥലത്ത് ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ജ്വലിക്കുന്ന അഗ്നിയെ അർപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ വെച്ച് ഹവിസ് അർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് എല്ലാ കർമ്മവും അർപ്പണ മനോഭാവത്തോടു കൂടി അത് നമുക്ക് ചെയ്തു തരും. എനിക്ക് 27 പറയുന്നു, അഗ്നി ശ്രേഷ്ഠനാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന സംഗതി, ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ദേവത വെള്ളം ദേവതയാണ്. പക്ഷെ അതിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത് എന്താണ്? അഗ്നി തന്നെയാണ്. എല്ലാ ലോകത്തേക്കാളും ഉയർന്നു നിൽക്കുന്നവനാണ് അവൻ. പിന്നെയോ ഭൂമിയുടെ നാഥനാണ്. ഭൂമിയെ ഭൂമിയാക്കി മാറ്റുന്നത് അഗ്നിയാണ്. അഗ്നിയിലേക്ക് ഭൂമി തണുത്ത് വിറച്ച് ഒരുമാതിരി ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പോകും. അപ്പം ഭൂമിയുടെ നാഥൻ തന്നെയാണ്. അപ്പം ഈ സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാമുള്ള ജലത്തിൽ, അപ്പം സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജലത്തിൻ്റെ പ്രസൻസ് അതിലുണ്ട്. ജലമുള്ളിടത്ത് മാത്രമേ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ആയ എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളടക്കം ഉണ്ടാവുകയുള്ളൂ. അവിടെയുള്ള ജീവജാലങ്ങളുടെ, ഇപ്പം ജീവജാലങ്ങളുള്ള ഗ്രഹങ്ങളിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ സാഗവര ജംഗമവുമായിരിക്കുന്ന ജീവികളുടെ എന്താണ് സ്രോതസ്സാണ് എന്ന് പറയുകയാണ്. അപ്പം അഗ്നി എല്ലാ സ്ഥാവര ജംഗമമായ ജീവജാലങ്ങളുടെ സ്രോതസ്സാണ്. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? ജലവുമാണ്. ജലത്തിൽ നിന്നാണ് അഗ്നി ഉത്ഭവിച്ചിരിക്കുന്നത്. അത് വേറൊരു അത് സൃഷ്ടി സമയത്ത് ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അത് സയൻസിലൂടെ കെമിസ്ട്രിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മുമ്പ് പറഞ്ഞ കാര്യവുമാണ്. ജലം അഗ്നി തമ്മിൽ വലിയ ബന്ധമുണ്ട്. ജലത്തിലാണ് അഗ്നി കിടക്കുന്നത് എന്ന് പല വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്ഥാവര ജംഗമങ്ങളായ ജീവജാലങ്ങളുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ സ്രോതസ്, ആ ജലങ്ങളുടെ എല്ലാം ജീവജാലങ്ങളുടെ എല്ലാം സ്രോതസ് എന്ന് പറയുന്നത് അഗ്നിയാണ്. കാരണം ജീവജാലങ്ങൾക്കൊന്നും അഗ്നിയില്ലാതെ ജലവുമില്ലാതെ നിലനിൽപ്പില്ല. അപ്പം ഈ ജലവും അഗ്നിയും തമ്മിൽ, ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്, ജലത്തിൽ നിന്നാണ് അഗ്നി. അപ്പോൾ അഗ്നിയുടെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ജലം തന്നെയാണ്. അതിലൂടെയാണ് ആ ജലവും അഗ്നിയും കൂടിയത് കൊണ്ടാണ് ഇവിടെ ഏതെങ്കിലും ഗ്രഹത്തിലും ജീവജാലങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ജലവും അതിൽ നിന്നുണ്ടായ അഗ്നിയും രണ്ടും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആ ഉണ്ടാകുന്നതിന് കാരണമായ ജലത്തിൻ്റെ സ്രോതസ്സാണ് അഗ്നി. അതിൽ നിന്നാണ് ആ അഗ്നിയും കൂടി ആകുമ്പോഴാണ് ഇവയുടെ ഫങ്ഷനെല്ലാം പൂർത്തീകരിക്കുന്നത്. ഇനി 28 അഗ്നിയോട് പറയുകയാണ്, നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ അർപ്പിക്കുന്ന എല്ലാ ഹവിസ്സുകളും ഏറ്റവും പുതിയ സ്തുതി രൂപത്തിലൂടെ, ഇപ്പം നമ്മൾ
സ്തുതി രൂപം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, വേദങ്ങള്, ശാസ്ത്രങ്ങള്, സയൻസിനാണ് സ്തുതി എന്ന് പറയുന്നത്. വേദത്തിലെ സ്തുതികൾ. ഇപ്പം വേദത്തിലെ സ്തുതികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരെയാണ് സ്തുതിക്കുക. ദേവന്മാരെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ കല്ലിനെയും മണ്ണിനെയും എല്ലാമാണ് സ്തുതിക്കുക. കല്ലിന് ചില പ്രത്യേകതകളുണ്ട്. കല്ലിൻ്റെ ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ കല്ല് ഉപയോഗിച്ചിട്ട് വേറൊരു വസ്തുവായിട്ട് മാറ്റുന്നത്. ഉദാഹരണമായി കളിമണ്ണ് ദേവതയാണ്. അതിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ കളിമണ്ണിന് പ്രത്യേക ഒരു ഗുണവും കഴിവുണ്ട്. അതിനെ വെള്ളമെല്ലാം കുഴച്ച് കറക്കിക്കൊണ്ട് ഒരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് തിരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഊർജം അല്ലെ അഗ്നി വേറെ രൂപത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ഷേപ്പാക്കി എടുക്കാം. പാത്രമാരിയെല്ലാം ആക്കിയിട്ട് കളിമൺ പ്രതിമകളാക്കി എടുക്കാം. അതിനെ എന്നിട്ട് കട്ടിയാകാൻ വേണ്ടിയിട്ട് ചൂളയിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ അത് കട്ടിയായി തീരും, പ്രതിമകളായിട്ട് തീരും. അപ്പം പലതരം ദേവതകളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് അഗ്നി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പലതായിട്ട് മാറ്റാം. അതുകൊണ്ട് അഗ്നിദേവനോട് പറയാണ്, ഹവിസ് അർപ്പിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, നൂതന സ്തുതികളുടെ പുതിയതായ സ്തുതിരൂപ വാക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ദേവന്മാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ദേവതകളെ, വസ്തുക്കളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു വസ്തുവിനെ പുതിയ രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഉദാഹരണമായിട്ട് വെള്ളം ദേവതയാണെന്ന് നമുക്കറിയാലോ. വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഐസാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ തത്വം ഉപയോഗിച്ചുകൊണ്ട്, ശാസ്ത്രതത്വം ഉപയോഗിച്ചുകൊണ്ട് തണുപ്പിച്ചാൽ, അതിൻ്റെ അകത്തുള്ള താപത്തെ വലിച്ചെടുത്താൽ അത് ഐസായി തീരും. നമ്മൾ താപം കൂട്ടിക്കഴിഞ്ഞാൽ അത് നീരാവിയായി തീരും. ആ നീരാവി ഉപയോഗിച്ചിട്ട് എഞ്ചിനെ ചലിപ്പിക്കാം. ഇനി 29 ഇവിടെ പറയുന്നത്, അങ്ങനെ വിശേഷ ഗുണങ്ങളുള്ള അഗ്നിയെ ഗോപവന ഋഷി സ്തുതികളാൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഋഷികൾ, ഇവിടെ ഇത് എഴുതിയ ഋഷിയാണ്, അയാളുടെ പേര് വെച്ചിട്ട് പറയുകയാണ് ഗോപവന ഋഷി. ഇത് എഴുതിയ ഋഷിയാണ് ഗോപവനൻ. അതായത് ആ ഋഷി, അതായത് ഞാൻ തന്നെ, ഇത് പറയുന്ന ഞാൻ തന്നെ പലതരം അങ്ങനെ വിശേഷ ഗുണങ്ങളുള്ള അഗ്നിയെ സ്തുതികളാൽ ഞാൻ ഉയർത്തുകയാണ്. അഗ്നിയെ ഇങ്ങനെ പല രൂപത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പലതരം ഊർജം ഉണ്ടാക്കാം. അഗ്നി ഉപയോഗിച്ചിട്ട് ചലിപ്പിക്കാം, മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാം. അഗ്നി ഉപയോഗിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണല്ലോ വണ്ടിയെല്ലാം, ട്രെയിനെല്ലാം പണ്ട്. അതുപോലെ തന്നെ അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്ത് ഉണ്ടാക്കാൻ, ചൂട് കിട്ടും, വെളിച്ചം കിട്ടും, തരംഗ രൂപത്തിൽ അതിനേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഗോപക ഋഷി സ്തുതികളാൽ അതിനെ പല രൂപത്തിൽ ഉയർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ശീഘ്രഗാമിയായ നീ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അപ്പം ഇവനെ ഉയർത്തിയപ്പോൾ അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന രൂപമായി മാറി. ഏതാണത് വളരെ രൂപത്തിൽ സഞ്ചരിക്കുന്നത്? തരംഗരൂപം. ഈ അഗ്നിയ ഊർജത്തെ വളരെ വേഗത്തിൽ ചലിക്കുന്നവനാക്കി മാറ്റി ഈ ഋഷി, അതായത് തരംഗരൂപത്തിലാക്കി മാറ്റി. അങ്ങ് ആഹ്വാനം സ്വീകരിക്കും. നമ്മളെന്തെങ്കിലും ആഹ്വാനം സ്വീകരിച്ചിട്ട് അത് എത്തേണ്ട അടുത്ത് എത്തിക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യമെല്ലാം നീ ഇന്നവനെ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞാൽ അത് ആ തരംഗരൂപത്തിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ മൊബൈലിലൂടെയെല്ലാം സംസാരിക്കുന്നത്. 30 പറയുന്നു, അന്നപാലകനും അന്നം നൽകുവാൻ കഴിവുള്ളവനാണ്. അന്നത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ അഗ്നിയുടെ കയ്യിലാണ് കിടക്കുന്നത്. അതിന് പല അർത്ഥമുണ്ട്. അഗ്നി എന്നതിനെ എടുക്കുന്ന രൂപത്തിനനുസരിച്ച് അർത്ഥവും മാറും. ഉദാഹരണമായിട്ട് ഊർജം എന്ന നിലയിലാണെങ്കിൽ നമുക്ക് അന്നം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അധ്വാനിക്കണം. എല്ലാം ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ല. അപ്പോൾ അന്നം കിട്ടണമെങ്കിൽ
നമ്മളെ ശരീരത്തിൻ്റെ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഊർജത്തിൻ്റെ സഹായത്താൽ ജോലി ചെയ്തിട്ട് വലിയ ശമ്പളം വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് പാത്രത്തിലിട്ട് ധാന്യം ഇട്ടിട്ട് ആക്കിയ അന്നം കിട്ടും. ഇല്ല, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്നപാലകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അരി എടുത്തിട്ട് പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ചോറായിട്ട് കിട്ടും. അപ്പം ഏത് കാര്യത്തിലും എടുക്കാം, വിശാലാർത്ഥത്തിലും എടുക്കാം. അപ്പം അന്നപാലകനാണ്. കാര്യങ്ങൾക്കപ്പുറം കാണാൻ കഴിവുള്ളവനാണ്. അതിന് കാര്യങ്ങൾക്കപ്പുറം കാണും. എങ്ങനെയാണ് കാര്യങ്ങൾക്കപ്പുറം കാണുക? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, വളരെ ദൂരെയുള്ള സാധനങ്ങളെ നമുക്ക് ഇന്ന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കാണാനുള്ള കഴിവുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിന് അവിടെ പോയിട്ട് കാണാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ ശരീരത്തിൽ വല്ലതും ഉണ്ടോ എന്നെല്ലാം സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിൻ്റെ അപ്പുറം കാണാനുള്ള കഴിവും അതിനുണ്ട്. പിന്നെന്തുണ്ട്? ഹവിസർപ്പിക്കുന്ന യജമാനിന് ധനം ഇഷ്ടം പോലെ ധനം നൽകുന്നു. അപ്പം ധനം നൽകേണ്ടിക്ക് എന്ത് വേണം? ഹവിസർപ്പിച്ചാൽ മതി. എങ്ങനെ ഹവിസർപ്പിക്കുക? ഇഷ്ടംമാതിരി ഹവിസ് കൂടുതൽ അർപ്പിച്ചാൽ കൂടുതൽ ധനം കിട്ടും. ഉദാഹരണമായിട്ട് ടാക്സി ഓടിക്കുകയാണെന്ന് വെച്ചാൽ 1 ലിറ്റർ പെട്രോൾ ഓടിച്ചിട്ട് ടാക്സി ഓടിക്കുകയാണെങ്കിൽ ആ പെട്രോൾ തീരുന്നവർ ആൾക്കാരെ കയറ്റിയിട്ട് ടാക്സി ഓടിച്ചിട്ട് പൈസ വാങ്ങും. 2 ലിറ്റർ നിറച്ചാൽ അല്ലെങ്കിൽ ടാക്സി നിറയെ പെട്രോൾ മേടിച്ചിട്ട് ആളെ കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം ഓടിയിട്ട് പൈസ ഉണ്ടാക്കാം. ചുരുങ്ങി ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണ്. അപ്പോൾ അവർ നൽകുന്ന ദാതാവിന് ഇഷ്ടം പോലെ ധനം നൽകും. നമ്മൾ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എത്രമാത്രം കർമ്മങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പണം സമ്പാദിക്കാം. അതുകൊണ്ടാണ് നമ്മളെ ഈ ഹവിസ്സുകൾ വർദ്ധിച്ച നിലയിൽ ഹവിസ്സുകൾ ഞാൻ അർപ്പിക്കുകയാണ്. അതായത് എത്രമാത്രം ഹവിസ് അഗ്നിക്ക് അർപ്പിക്കുന്നോ അത്രമാത്രം നമുക്ക് ധനം കിട്ടും. അതായത് എത്രമാത്രം ഊർജം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുമോ. ഇപ്പം ഒരു പമ്പ് വെച്ചിട്ട് വെള്ളം അടിക്കുകയാണെന്ന് വെച്ചോ, കുറേ നേരം വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ വെള്ളം അടിച്ച് മുകളിലോട്ടേക്ക് കയറ്റിത്തരും. അപ്പം എന്തും പ്രൊഡ്യൂസ് ചെയ്യേണ്ടെങ്കിൽ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉൽപ്പന്നങ്ങൾ കിട്ടും. അതിനെ വിറ്റാൽ കുറേ ധനം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇഷ്ടംമാതിരി ഹവിസ്സുകൾ എനിക്ക് അർപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മാക്സിമം അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താൽ വർക്ക് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അതിലൂടെ ധനം നേടുവാൻ ശ്രമിക്കുകയാണ്. ഇനി 31 എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ദേശങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്നാണ്. ജീവജാലങ്ങൾക്കെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് കാഴ്ച നൽകുന്നത് എങ്ങനെയാണ്? സൂര്യൻ്റെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. ലോകത്തിൽ എന്തും കാണണ്ടെങ്കിൽ ആ സൂര്യൻ്റെ വെളിച്ചമാണ് നമുക്ക് കാണുവാൻ സഹായിക്കുന്നത്. അപ്പോൾ ലോകങ്ങളെ എല്ലാം കാണാൻ സഹായിക്കുന്നത് ആ സൂര്യൻ്റെ വെളിച്ചമുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് സൂര്യനെയാണ് മുകളിൽ ഉയർത്തി വെച്ചിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചുയരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സൂര്യൻ ഉദിച്ചുയർന്ന് ചുറ്റും പോകുമ്പോഴാണ് ഭൂമിയുടെ എല്ലാ ഭാഗവും കാണാൻ പറ്റും. സൂര്യൻ വരുന്ന സ്ഥലമെല്ലാം കാണാൻ പറ്റും. സൂര്യൻ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും കഴിഞ്ഞാലും കാണാൻ പറ്റും. ചന്ദ്രൻ ആ വഴിക്കുണ്ടെങ്കിൽ ചന്ദ്രനെ കാണും. ഇപ്പൊ എന്തിനേയും കാണാൻ വേണ്ടിയിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നു, സൂര്യൻ വെളിച്ചം തരുന്നു. ഈ സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിയുടെ മറ്റൊരു രൂപം ആണ്. ഇനി 32. യജ്ഞത്തിൽ ബൗദ്ധികത പുലർത്തുന്നവനാണ് അഗ്നി. ബൗദ്ധിക കാര്യങ്ങളിലാണ് അഗ്നി നമ്മളെ സഹായിക്കുന്നത്. ലോകം ഭൗതിക ലോകമുണ്ട്, ആത്മീയ ലോകമുണ്ട്. ഈ അഗ്നി യഥാർത്ഥത്തിൽ ഏതിന്? ഈ ബൗദ്ധിക ലോകത്തിലാണ്. ഈ ബൗദ്ധിക ലോകത്തില് എന്ത് കാര്യങ്ങൾ നടക്കണ്ടെങ്കിലും ഈ ലോകം ഉണ്ടായതിന് പിന്നെ തന്നെ അഗ്നിയാണ് ഉള്ളത്. അഗ്നിയാണ് ദ്രവ്യമായിട്ട് മാറിയത്. അപ്പം ഭൗതിക ലോകത്തിലാണ് ഈ അഗ്നിയുടെ പ്രാധാന്യം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നാഥനാണ് ഈ ലോകത്തിൽ. സത്യം മാത്രമേ അഗ്നി ചെയ്യൂ. അഗ്നി അണുകിട തെറ്റ് ചെയ്യില്ല. അഗ്നിക്ക് വെള്ളത്തിന് ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ 100 ഡിഗ്രിയിലാണ് അത് തിളക്കണ്ടെങ്കിൽ ആ 100 ഡിഗ്രി കൊടുത്താൽ അത് തിളക്കും. അല്ലാതെ വേറെ അഗ്നിക്ക് പുല്ലിനെ കത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നനഞ്ഞ പുല്ലിനെ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി കത്തിക്കില്ല. സത്യമേ അത് പ്രവർത്തിക്കൂ. എന്താണ് സത്യം? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം.
ഉണങ്ങിയ പുല്ലാണെങ്കിൽ കത്തുന്നു, നനഞ്ഞ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ പുകഞ്ഞു കഴിയും. സത്യമാണ്, അഗ്നിക്ക് അത്രയും ചെയ്യാൻ പറ്റും. അപ്പൊ സത്യധർമാദികളുടെ നാഥന് ഇപ്പൊ സത്യവും പ്രവർത്തിക്കും, ധർമ്മത്തിനനുസരിച്ച് പ്രയോഗിക്കും. ശരിയാ, അത് ചെയ്യേണ്ട കർമ്മയെ അത് ചെയ്യും. അഗ്നിയോട് മരം കത്തിക്കാൻ പറഞ്ഞാൽ അതിൽ കത്തിച്ചു. പക്ഷേ ഇരുമ്പെടുത്തിട്ട് കത്തിക്കുക, ഇരുമ്പ് എടുത്തിട്ട് ഇതിൻ്റെ തീ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത് ചെയ്യില്ല. അതതിൻ്റെ ധർമ്മമല്ല. പിന്നെ വളരെയധികം അഗ്നി കൊടുക്കുകയാണെങ്കിൽ അതിനെ വേണ്ടിക്കൽ വിളിച്ചിട്ട് പിന്നെ ഒരു കാലത്ത് ഭൂമി മുഴുവൻ കത്തി ഇരുമ്പ് അതിൻ്റെ കൂട്ടത്തിൽ കത്തി എരിഞ്ഞു. അപ്പം അതിനെല്ലാം ഓരോ ശാസ്ത്ര തത്വമുണ്ട്. അതിൻ്റെ ധർമ്മമാണെങ്കിൽ അതത് ചെയ്യുകയുള്ളൂ. അപ്പം സത്യത്തിനനുസരിച്ച് ധർമ്മത്തിനനുസരിച്ച് അഗ്നി പ്രവർത്തിക്കുകയുള്ളൂ. പ്രകാശിക്കുന്നവനാണ് നമുക്കല്ല, അഗ്നി പ്രകാശിക്കും. ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്. നമ്മുടെ ഏത് ശത്രു തടസ്സങ്ങളെയും, ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടെ തടസ്സങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അതിൻ്റെ സമീപം ചെന്നിട്ട് നമ്മളെന്ത് വേണം? സ്തുതിക്കണം. അഗ്നിയുടെ അടുത്ത് പോയിട്ട് സ്തുതിക്കണം. സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കണ്ടെങ്കിൽ ആ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്യം ഇതെല്ലാം പറയുമ്പോൾ എന്താണ്? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ അഗ്നി നമ്മളെ സഹായിക്കും. ശാസ്ത്രീയമായി ചെയ്യണം, അല്ലാതെ ചുമ്മാ വായിക്കുമെന്ന് അഗ്നിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അഗ്നിൻ്റെ വിളക്കും കത്തിച്ച് വെച്ചിട്ട് അഗ്നി നീ എനിക്ക് ഇന്ന കൊണ്ടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുത്തരാനൊന്നും തോന്നില്ല. ഇനി 33 നമ്മിൽ കുടികൊള്ളുന്ന പാപങ്ങളൊക്കെയും ഇല്ലാതാക്കി ദൂരത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് സുഗന്ധരണ എന്ന് പറയുകയാണ്. നമുക്ക് രണ്ടവസ്ഥയുള്ളത്, പാപവും സുഖവും. പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പെടുന്ന അവസ്ഥ. ആ കഷ്ടപ്പെടുന്ന അവസ്ഥ മാറിയിട്ട് സുഖം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അഗ്നിയുടെ സഹായത്താൽ, ഊർജത്തിൻ്റെ സഹായത്താൽ അധ്വാനിക്കണം. അല്ലാതെ സുഖമൊന്നും കിട്ടില്ല. ഈ മുറിയിലിരിക്കുമ്പോൾ വല്ലാതെ ചൂട്, കടപ്പുറത്തൊന്ന് പോയാൽ നല്ല കാറ്റ് കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയാൽ സുഖം കിട്ടും. ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥ, മുറിയിലിരിക്കും ഭയങ്കര ചൂട്. ഒന്ന് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല കാറ്റല്ലോ ചുമയെടുത്തിൽ ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പുറത്ത് നടന്നു പോകണം ഊർജം ഉപയോഗിച്ച്. അല്ലാതെ അഗ്നിനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കടപ്പുറത്ത് എത്തിക്കുന്നു പറഞ്ഞാൽ അഗ്നി കടപ്പുറത്ത് ഇതൊന്നും എത്തിക്കാൻ പോകുന്നില്ല. എന്ത് വേണം? ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്നുള്ളിട്ടുന്ന ഊർജം ഉപയോഗിച്ചിട്ട് നടന്നിട്ട് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല സുഖമായി ചിരിക്കാം. അപ്പം നമ്മളെ പാപങ്ങളെ, കഷ്ടപ്പാടുകളെയാണ് പാപം എന്ന് പറയുന്നത്. അത് അധ്വാനിച്ച്, ഊർജത്തിൻ്റെ സഹായത്താൽ അധ്വാനിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റാൻ അഗ്നി സഹായിക്കും. അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖം കിട്ടും. അതേപോലെ തന്നെ ജലം നമ്മുടെ ഭാഗമായി തീരട്ടെ എന്ന് പറയുകയാണ്. ജലവും നമ്മുടെ ഭാഗമായി തീരണം. ഈ അഗ്നിയും ജലവും വേദം ഒന്നിച്ചാണ് അധിക സമയം പറയുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. ആദ്യം ജലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. അത് കെമിസ്ട്രിയിലൂടെ പിന്നീട് പറയും. അപ്പം ജലവും നമ്മളുടെ യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അപ്പം അഗ്നിയും ജലവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അത് നമുക്ക് പാനം ചെയ്യാനും ഉപകരിക്കും. ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെയും ഇല്ലാതാക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗമില്ലാതാക്കാൻ ഈ രണ്ടിനും അഗ്നിക്കും കഴിവുണ്ട്, ജലത്തിനും കഴിവുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കൾക്കെതിരായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഇതിലെ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തിയാണ് രോഗാണുക്കളെ ഇല്ലാതാക്കുന്നത്. അവിടെ ചില രാസവസ്തുക്കൾ ഉണ്ടായിട്ട് ആ രോഗാണുക്കളെ നശിപ്പിക്കുകയാണ്. അവ രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതിൽ അഗ്നിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അഗ്നിയാണ് പങ്കെടുക്കുന്നത്. ഏത് രാസപ്രവർത്തനത്തിൻ്റെയും പിന്നിൽ അഗ്നിയാണ്. ഇപ്പോൾ രോഗാണുക്കളെല്ലാം നശിപ്പിക്കുന്ന മരുന്ന് കഴിച്ചിട്ടായാലും ശരീരത്തിൻ്റെ പ്രതിരോധത്തിലൂടെയായാലും ആ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് തന്നെ അഗ്നിയ ഊർജമാണ്, അഗ്നിയുടെ ഒരു രൂപമാണ്. പിന്നെ ജലം എങ്ങനെയാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വയറ്റിൽ ഒരു ശരീരത്തിൽ രോഗാണുക്കളുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കാൻ പറയും. അപ്പം വേർപ്പിലൂട്ടിയും മൂത്രത്തിലൂട്ടിയെല്ലാം അതിൻ്റെ കുറേ രോഗാണുക്കൾ കഴുകിപ്പോവും, കുറേ പോവും.
അതുകൊണ്ടാണ് വെള്ളം നല്ലോണം കുടിക്കണം എന്നെല്ലാം പറയുന്നത്. ആ വെള്ളത്തിലോട്ട് കുറേ അങ്ങ് പോയിക്കോളും. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മളുള്ളത്. വെള്ളം ശുചിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുടിക്കുന്നത്. അപ്പം അങ്ങനെ രോഗങ്ങളെ മാറ്റാനും വെള്ളവും അഗ്നിയും സഹായിക്കുന്നുണ്ട്. ഇനി 34 സത്യത്തെ മാത്രം പാലിക്കുക എന്നവനാണ് അഗ്നി. അഗ്നി സത്യത്തെ മാത്രമേ പാലിക്കുകയുള്ളൂ. എന്താണ് സത്യം അതാണ് അഗ്നി ചെയ്യുക. നമുക്ക് ഉറപ്പാണ് അഗ്നി അത് ചെയ്തിരിക്കും. കുറച്ച് കടലാസം കൊടുത്ത് അല്ലെങ്കിൽ തുണിയും കുറച്ച് മണ്ണെണ്ണയെല്ലാം കൊടുത്തിട്ട് അതിൽ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തിച്ച് ഭസ്മമാക്കി തരും. നമുക്ക് പിന്നെ സംശയമൊന്നുമില്ല, അഗ്നി ചെയ്യുകയില്ല എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അത് സത്യമാണ്. അഗ്നിക്ക് കത്താൻ പറ്റുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കത്തിച്ചറാക്കി തരും. വെള്ളത്തിൽ അരിയിട്ടിട്ട് ഒരു പ്രത്യേക അളവിൽ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാക്കി തരും. അത് സത്യമാണ്. അതിൽ പിന്നെ സംശയത്തിന് വഴിയൊന്നും ആർക്കും സംശയമൊന്നും ഉണ്ടാകണ്ട. അഗ്നി ചെയ്യുന്ന പ്രവൃത്തി സത്യമായിരിക്കും, അല്ലാതെ അത് തോന്നുന്ന മാതിരി ഒന്നും ചെയ്യില്ല. അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് അഗ്നി ചെയ്യുക. അപ്പോൾ സത്യം പാലിക്കുന്നവനാണ് അഗ്നി. എല്ലാവരെയും നല്ലവരെ സംരക്ഷിക്കും. നല്ലവരെ മാത്രമല്ല, എല്ലാവരെയും സംരക്ഷിക്കും. അങ്ങനെ ഈ നാട്ടിൽ മോശ ആളുമായിട്ട് ആരുമില്ല, നല്ലതുമായിട്ട് ആരുമില്ല. എല്ലാത്തിനെയും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ചതിൻ്റെ ദ്വയമായിട്ടാണ്. അപ്പം പിന്നെ നല്ല രീതിയും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആ വന്നിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. പിന്നെ കള്ളനായിട്ട് വരുന്നതും പോലീസായിട്ട് വരുന്നതും എല്ലാം ബ്രഹ്മം തന്നെയാണ്. പിന്നെ അതിൽ ഏതാണ് നല്ല മോശം എന്നൊന്നും പറയാം. എല്ലാത്തിലും ബ്രഹ്മത്തെ തർക്കിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ലവരെ രക്ഷിക്കുന്നത് ആ അർത്ഥത്തിലെടുത്താണ്. അങ്ങനെയുള്ള മനുഷ്യരുടെ കർമ്മങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ബ്രഹ്മത്തിലാണ്. മനുഷ്യർ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ബ്രഹ്മത്തിനൊരു താല്പര്യമുണ്ട്, ഒരു പുതിയ ലോകം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അതിൽ പങ്കെടുത്തിട്ട് ആ പുരോഗതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ലോകം പുരോഗമിക്കുകയാണ്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ടാണ് കർമ്മം ചെയ്യിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആർക്ക് വേണ്ടിയാണ്? ആ ബ്രഹ്മത്തിന് വേണ്ടി തന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ചതും അതിന് ചില കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? അപ്പം നമ്മളുടെ കർമ്മങ്ങളെല്ലാം എത്തിച്ചേരുന്നത് എവിടത്തേക്ക് തന്നെയാണ്? ബ്രഹ്മത്തിൽ നിന്നാണ്. ഈ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിൽ ആദ്യമുള്ള സംഗതിക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അഗ്നിയായതും ജലമായതും നാമായതും എല്ലാമായിട്ട് മാറിയത്. അപ്പം നമ്മളെല്ലാം എത്തുന്നത് ബ്രഹ്മത്തിലേക്കാണ്. അങ്ങേക്ക് ലഭിക്കുന്ന സ്തുതികളാൽ ഗോക്കൾ വളരട്ടെ. അപ്പം അഗ്നിക്ക് സ്തുതി അർപ്പിച്ചു കഴിഞ്ഞാൽ ഗോക്കൾ ഉണ്ടാവും. ഗോക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേദങ്ങളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. വൈദ്യുതി, ഇലക്ട്രോൺ ഒഴുകുന്നതിനാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പം സ്തുതികളിലൂടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺ കിട്ടും. ഊർജത്തെ അഗ്നി എന്നാൽ ഊർജമാണ്. ഇപ്പം ജലത്തിൽ നിന്നുള്ള ഊർജം, ജലം ഒഴുകുമ്പോൾ ഉള്ള ഊർജം ജനറേറ്ററിൻ്റെ അകത്തിട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോക്കളെ ഇഷ്ടമായി പ്രൊഡ്യൂസ് ചെയ്യാം. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. അത് കമ്പിയിലൂടെ വൈദ്യുതി രൂപത്തിൽ ഒഴുകും. എന്തുകൊണ്ടാണ് ഗോക്കൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെ ഗോ ആയിട്ട് പശുവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിനെ പശുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. പശുവിനെ സാധാരണ നമ്മൾ ആ പാല് തരുന്ന പശുവിനെയും പശുവായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണത്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പശു തരുന്ന പാല് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നുണ്ട്. മനുഷ്യനെ വളരേണ്ട എല്ലാ വസ്തുക്കളും ആ പാലിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പശുവിൻ്റെ പാല് കുടിച്ചാൽ നമുക്ക് ശരീരത്തിന് വേണ്ട ഒരുമാതിരി എല്ലാ സാധനങ്ങളും കിട്ടും. അതേപോലെ തന്നെയാണ് ഭൂമിയെ ഗോവ് എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഇപ്പോൾ ഭൂമിയാണ്. ഭൂമിയല്ലാതെ വേറെ നമുക്ക് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് വേദത്തിലെ ഭൂമിയെയും പശു എന്ന് പറയും, ഇലക്ട്രോണിനെയും പശു എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായതിൻ്റെ പിന്നിൽ ഈ ഇലക്ട്രോണാണുള്ളത്. ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് പിന്നിലും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇലക്ട്രോണിനെയും വേദത്തിൽ ഗോ എന്ന് പറയും. പക്ഷേ ഇതെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏതിനെ പറ്റിയാണ് പറയുന്നത്?
ഭൂമിയെ പറ്റിയാണോ പശുവിനെ പറ്റിയാണോ ഇലക്ട്രോണിനെ പറ്റിയാണോ എന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ ഛന്ദസ്, അതിനാണ് ഛന്ദസ് വെച്ചിരിക്കുന്നത്.